ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു 3 ഫോട്ടോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള ഒരു എഡിറ്റ് എങ്ങനെ പിക്സാർട്ട് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് പിക്സാർട്ട് ആപ്ലിക്കേഷനാണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. എഡിറ്റ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫസ്റ്റ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യണം. ഈ ടോപ്പ് കോർണറിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യണം. ഞാനിവിടെ പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഫോട്ടോ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രോപ്പിൽ വന്നിട്ട് അതിന് താഴെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൻ്റെ റേഷ്യോയിൽ അത് ക്രോപ്പ് ആവുന്നതാണ്. ദെൻ നമുക്ക് വേണ്ട 3 ഫോട്ടോ, ആ 3 ഫോട്ടോസ് സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ 3 ഫില്ലായിട്ട് 3:2 എന്നുള്ള റേഷ്യോയിൽ ഓരോ ഫോട്ടോസും നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് 3 ഫോട്ടോസും നമ്മൾ ഒരേപോലെ അലൈൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇതിൽ ഏത് ഫോട്ടോ ഏത് പൊസിഷനിലാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെൻറ്ററിൽ വെക്കുന്ന ഫോട്ടോ തലയുടെ ഭാഗം അങ്ങ് കുറച്ച് പുറത്തേക്കാക്കിയിട്ട് വെക്കണം. മീൻസ് നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ തലയുടെ ഭാഗം മറ്റേ മുകളിലത്തെ ഫോട്ടോയിൽ ഓവർകം ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ എഡിറ്റ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു എഡിറ്റ് ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ആദ്യം വേണം. അതിനനുസരിച്ച് വേണം ഫോട്ടോ അലൈൻ ചെയ്ത് വെക്കാൻ. ഞാനിതിൽ ഏകദേശം ഒരു മുകളിലത്തെ ഫോട്ടോ അങ്ങനെ കവർ ചെയ്ത് വരുന്ന രീതിയിലുള്ളൊരു എഡിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെയാണ് ഞാൻ ഫോട്ടോ അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതും. എല്ലാ ഫോട്ടോസ് എടുത്തതിന് ശേഷം എഫക്ട്സിൽ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്യാം. നമുക്ക് ആ ഓരോ ഫോട്ടോസും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു പേപ്പറിൻ്റെ എഫക്റ്റ് കൊടുക്കണം. സോ അതിനായിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സിൽ വന്നതിന് ശേഷം പേപ്പർ കെയർ എന്ന് സെർച്ച് ചെയ്താൽ അതിൽ ഫ്രീ ആയിട്ട് ഒരുപാട് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓരോ എഡ്ജിലും ആ പേപ്പറിൻ്റെ എഫക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അത് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമ്മൾ ആ വെച്ചതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ എറൈസ് ചെയ്ത് കളയുന്നതാണ്. എറൈസ് ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള ഫോട്ടോ അതിനെ ഓവർകം ചെയ്തിട്ടില്ല എന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. താഴെയുള്ള ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏകദേശം അതൊരു ഓവർകം ചെയ്ത് വരുന്നതാണ്. എന്നിട്ട് നമ്മൾ എറൈസർ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം എറൈസ് ചെയ്ത് കൊടുക്കണം. എറൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് എറൈസ് ചെയ്യണം. അതിൽ നമ്മൾ ഓവറായിട്ട് എറൈസ് ചെയ്തെന്നുണ്ടെങ്കിൽ താഴെ റീസ്റ്റോറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. റീസ്റ്റോർ ചെയ്തിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ ഭാഗം ഒരു പേപ്പറിൻ്റെ സ്റ്റിക്കർ കൊടുത്തിട്ട് എറൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക.
സോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമുക്കിതിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യണം. ഞാൻ ഈ സെൻട്രലത്തെ ഫോട്ടോ ആണ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത്. ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഫീച്ചർ ഉണ്ട്, അത് പ്രീമിയം ആണ്. ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പേഴ്സൺ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മൾ അതിൽ ആ പേഴ്സണെ മാത്രം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചതിന് ശേഷം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എടുക്കണം. കുറച്ച് റിസ്ക് ആണ്, വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാൻ എൻ്റെ ഫോട്ടോ ഓൾമോസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ താഴെ വരുന്ന പാർട്ട് നമ്മൾ എറേസ് ചെയ്ത് കളയേണ്ടതാണ്. അതിൽ ആ പേപ്പറിൻ്റെ എഫക്റ്റ് വരുന്നത് വരെയുള്ള പാർട്ട് നമ്മൾ എറേസ് ചെയ്ത് കളയണം. അത് നിങ്ങൾ എറൈസറിനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എറൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എറൈസറിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ എഡ്ജൊക്കെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ എറൈസറിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് എറൈസ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് എറൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് റീസ്റ്റോർ ചെയ്തെടുക്കാവുന്നതാണ്. സോ നമ്മുടെ ഫോട്ടോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഒരു ബർത്ത്ഡേ വിഷായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോട്ടോ തന്നെ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേ വിഷൊക്കെ താഴെ എഴുതിയിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് ഫോണ്ടിലൊക്കെ കൊടുത്താൽ നല്ലൊരു നീറ്റായിട്ട് തോന്നും. സോ നമ്മൾ ഫോട്ടോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എക്സ്പോർട്ട് കൊടുത്താൽ ഫോട്ടോ നിങ്ങളെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ്. ഇതുപോലുള്ള ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് ടിപ്സിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.